രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അഷ്ടപതി 100ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അതിന് ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണിക്കും കോടി 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 നമസ്കാരവും കോടി 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 നന്ദിയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ രാധേ രാധേ ചാനലിൻ്റെ പ്രേക്ഷകരോട് നിങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഇതിനെ ഈ 100 എപ്പിസോഡ് വരെ കൊണ്ടെത്തിച്ചതിൽ ഭഗവാനും രാധാറാണിക്കുമുള്ള പങ്ക് വളരെ വലുത്. അതുപോലെ തന്നെ രാധേ രാധേ ചാനൽ കാണുന്ന പ്രേക്ഷകർക്കുമുള്ള പങ്ക് വളരെ വലുതാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ചൊവ്വാഴ്ച. എല്ലാ ബുധനാഴ്ചയും കഠോപനിഷത്താണ്. കഠോപനിഷത്തിന്റെ ക്ലാസ്സാണ്, അതായത് മരണത്തിന്റെ രഹസ്യം. ആദ്യത്തെ എപ്പിസോഡ് ഇന്നലെ 12 മണിക്ക് റിലീസായി കഴിഞ്ഞിരിക്കുന്നു. മരണത്തെക്കുറിച്ച് ഇത്ര ആധികാരികമായി ലോകത്തിന്ന് വരെ ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. യൂറോപ്യൻസ് പോലും ഇവിടെ വരുന്നത് കഠോപനിഷത്ത് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ കഠോപനിഷത്ത് പഠിച്ചു തുടങ്ങുക. മരണത്തിൻ്റെ രഹസ്യം അറിയുക. കഠോപനിഷത്ത് കേട്ടാൽ പോലും മോക്ഷം. വ്യാഴാഴ്ച അഷ്ടപതി, വെള്ളിയാഴ്ച മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധമ്മപദത്തിൻ്റെ ക്ലാസ്സാണ് ഉണ്ടായിരിക്കുന്നത്. അതേ കണക്ക് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. ഞാൻ കൊല്ലത്തുള്ളതാണ്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണം എന്നുള്ളവർക്ക് ഇവിടെ വരാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എറണാകുളം, ആലപ്പുഴ, കാസർഗോഡ് നിന്നൊക്കെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. 9645333999. നിങ്ങൾ അതിനകത്ത് വിളിച്ചാൽ മതി. നിശ്ചയമായും തികച്ചും സൗജന്യമായിരിക്കും നിങ്ങൾക്ക് ജ്യോതിഷപരമായ സംശയങ്ങൾക്കുള്ള മറുപടി എന്ന് പറയുന്നത്. അതുപോലെ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. ജനറൽ ഐറ്റത്തിൽ ഒരുപാട് പ്രയോജനമുള്ള കാര്യങ്ങളുണ്ട്. ഇത് കേൾക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണ
ഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അഷ്ടപതി 100 എപ്പിസോഡ് തികയ്ക്കാൻ എന്നെ അനുഗ്രഹിച്ച രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മളുടെ നിങ്ങൾ ഓർമ്മിക്കുക, രാധികാ കവചം 2 എണ്ണം ഉണ്ട്. ഞാനത് പഠിപ്പിച്ചിട്ടുമുണ്ട്, കൃഷ്ണപ്രിയ പാടിയും ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നിശ്ചയമായും നിങ്ങൾ കേൾക്കണം. അത് നിങ്ങൾക്ക് പ്രത്യേകം രാധികാ കവചം എന്ന് പറഞ്ഞ് തന്നെ ഹെഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മറ്റത് രാധാ സഹസ്രനാമം എന്ന് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായ പ്രകാരം എന്നോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടു, സാറേ രാധാ സഹസ്രനാമത്തിൻ്റെ വരികളും കൂടെ എഴുതിയിടാൻ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഒരിക്കൽ കൂടി രാധാ സഹസ്രനാമം അതിൻ്റെ വരികളും കൂടെ വീഡിയോയിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് അയക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൊണ്ടുവന്ന് കമ്പ്യൂട്ടർ സെൻറ്ററിൽ കൊടുത്താൽ അവരതിൻ്റെ പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെ അധികം താമസിയാതെ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും രാധാറാണി അമ്മയുടെയും കാരുണ്യത്തിൽ 100ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. 100ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അഷ്ടപതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, അത് കേട്ടിട്ട് നമുക്ക് ആരംഭിക്കാം. രാധേ രാധേ. ഞാനാണെങ്കിൽ യൂട്യൂബില് രാധ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കഥകൾ നോക്കിയപ്പോഴാണ് ആകസ്മികമായി ദിലീപ് സാറിന്റെ ചാനലിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ രാധയുടെ പ്രണയമൊക്കെ കണ്ടു തുടങ്ങി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എപ്പോഴും ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് അഷ്ടപതി ഇങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. അപ്പൊ അഷ്ടപതി വരുന്നു എന്ന് കണ്ടു. അപ്പൊ എന്റെ മനസ്സിൽ അഷ്ടപതി എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ. പിന്നെ സംസ്കൃതമാണെന്നും അറിയാം, അത് എഴുതിയത് ജയദേവ കവിയാണ്, രാധാകൃഷ്ണ പ്രണയമാണെന്നും അറിയാം. അതിൽ കൂടുതൽ എനിക്ക് ഒന്നും അറിയില്ല. അപ്പൊ എന്റെ മനസ്സിൽ ദൈവമേ, ഇത് മുഴുവൻ സംസ്കൃതമാണ്, മനസ്സിലാവുമോ, അതും ശ്ലോകങ്ങളാണ് എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ടത് വന്നപ്പോ കേട്ട് കഴിഞ്ഞപ്പോ ഒരുപാട് ഇഷ്ടമായി. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറിന്റെ അവതരണം സ്വയം മറന്ന് ഒരു ധ്യാനം പോലെ രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് അത്രയും നന്നായി നമ്മളെയൊക്കെ മറ്റൊരു ലോകത്തേക്ക്, എന്താ പറയുന്നത്, ഒരു ഉത്തമ പ്രണയം അല്ലെങ്കിൽ ശുദ്ധ പ്രണയം എന്താണെന്ന് രാധാകൃഷ്ണ പ്രണയത്തിലൂടെ നമുക്ക് ഓരോ വാക്കിലൂടെയും വരിയിലൂടെയും അർത്ഥം പറഞ്ഞു തന്ന് അത്രയും ആത്മാർത്ഥമായി നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു ചാനൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ പല ചാനലുകളും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും പ്ലെയിൻ ആയിട്ട് വരികളുടെ അർത്ഥം പറഞ്ഞങ്ങ് പോവുക. സാറിന്റെ എന്ന് വെച്ചാൽ ഒരു വാക്കിന്റെ തന്നെ പല അർത്ഥം പറയും, ആ വരികളുടെ തന്നെ പല അർത്ഥങ്ങള്. അത് മാത്രല്ല, ഇപ്പൊ തന്നെ ചങ്ങമ്പുഴ ഈ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ആ കവിത പറയും, അതിന്റെ അർത്ഥം പറയും. പിന്നെ ഗോസ്വാമികൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ക്ലാരിഫിക്കേഷനും എക്സ്പ്ലനേഷനും സാറ് ചെയ്യും. പിന്നെ നാട്യശാസ്ത്രത്തിൽ എന്താ പറയണത്, പലതരത്തിലുള്ള നായികമാരുണ്ട്, വിപ്രലംബയുണ്ട്, ഉത്കണ്ഠിത ഉണ്ട്, അങ്ങനൊക്കെ പറഞ്ഞിട്ട് പല തലത്തിലേക്ക് സാർ ഈ അഷ്ടപതിയെ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു കൊച്ചു കുട്ടിയെ പോലെ അഷ്ടപതി എന്നുള്ള പേര് മാത്രം കേട്ടിട്ട് ഈ ചാനൽ കാണാൻ വന്ന ആളാണ് ഞാൻ. എനിക്ക് ശരിക്കും ഒരു നിധി കിട്ടിയ പോലെയാണ് ഈ അഷ്ടപതി കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയത്. അപ്പോ ഇപ്പൊ അഷ്ടപതി സാർ ഇംഗ്ലീഷിലും തുടങ്ങാൻ പോകുന്നു എന്ന് കേട്ടു. ഒരുപാട് 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 ആശംസകൾ. ശരിക്കും വളരെ നല്ല കാര്യമാണ്. കാരണം അത് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വേറെ പല സംസ്ഥാനത്തിലുള്ളവർക്കും ഇതിപ്പോ കാണാൻ പറ്റുന്നില്ല. അപ്പൊ
അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പം ഇംഗ്ലീഷിലും ചെയ്യുവാണെങ്കിൽ ഗ്ലോബലി തന്നെ പല തലത്തിലേക്ക് ഒരുപാട് പേരിലേക്ക് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് എന്നുള്ള ഒരു തലത്തിലേക്ക് അഷ്ടപതി എത്തുന്നതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട്. അതിന് ഇനിയും ഒരുപാട് ദൂരം ഈ 100ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് സാറിന്റെ അഷ്ടപതി ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും എത്തട്ടെ. അതിന് സാറിന് രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതിന് ആയുരാരോഗ്യ സൗഖ്യം സാറിന് ഉണ്ടാകാൻ അവർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സാർ ഒരു ധ്യാനം പോലെയാണ് ഓരോ എപ്പിസോഡും ചെയ്യുന്നത്. നമ്മൾ പ്രവൃത്തിയാണ് പൂജ എന്ന് പറയില്ല, അതുപോലെ ധ്യാനം പോലെ ഓരോ എപ്പിസോഡും സ്വയം മറന്ന് രാധാറാണിയിൽ അർപ്പിച്ച് ചെയ്യുന്ന, അതുകൊണ്ടാണ് ഓരോ അഷ്ടപതി എപ്പിസോഡിന്റെയും വിജയം തന്നെ. രാധേ 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 യൂട്യൂബ് ചാനലിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ. ഇന്നത് ആദ്യം മുതലേ കാണുന്ന ഒരാളാണ്. രാധയുടെ പ്രണയം 100ാമത്തെ എപ്പിസോഡ് എത്തിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. രാധയുടെ പ്രണയം വളരെ മനോഹരമായിട്ടാണ് ദിലീപ് സാർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല അഷ്ടപതി ഇപ്പോൾ 100ാമത്തെ എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. അതും വളരെ മനോഹരമായിട്ടാണ് ദിലീപ് സാർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലൂടെ രാധാകൃഷ്ണ ലീലകളെല്ലാം അറിയാൻ സാധിച്ചു. അഷ്ടപതിയും രാധയുടെ പ്രണയവും കേട്ട് ഞാനിപ്പോൾ കഠിന രാധാഭക്ത കൂടിയാണ്. അതിന് രാധാറാണിക്കും ദിലീപ് സാറിനും എൻ്റെ കോടി നമസ്കാരം. മാത്രമല്ല അഷ്ടപതി 100ാമത്തെ എപ്പിസോഡ് എത്തിയതിൽ ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കും. അഷ്ടപതിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും ആൾക്കാർക്ക് അയച്ചു തരാം. നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ രാധയുടെ പ്രണയത്തിലും അഷ്ടപതിയിലും രണ്ടിലും കൂടെ ചേർത്ത് നമ്മളത് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് അഷ്ടപതി 19ാമത്തെ അധ്യായമാണ്. അതിനകത്ത് 2ാമത്തെ വരിയാണ്, 10ാം സർഗമാണ്. 10ാം സർഗം 2ാമത്തെ വരിയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അത് അതിമനോഹരമായി നമ്മുടെ കൃഷ്ണപ്രിയ പാടുകയാണ്. അങ്ങനെ 100ാമത്തെ എപ്പിസോഡ് പാടാനുള്ള അവസരം കൃഷ്ണപ്രിയക്കാണ് വന്നു ചേർന്നത്. സത്യം പറഞ്ഞാൽ അത് എങ്ങനെ വന്നു ചേർന്നെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഇത് എപ്പോഴോ എൻ്റെ അടുത്ത് കൃഷ്ണപ്രിയ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ അഷ്ടപതിയുടെ ഈ 19ാമത്തെ അധ്യായം ഞാൻ പാടിയിടട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാടിയിടാൻ പറഞ്ഞു. ഈ 19ാമത്തെ അധ്യായം വരുമ്പോഴാണ് 100ാമത്തെ എപ്പിസോഡ് വരുന്നതെന്ന് എനിക്കറിയില്ല. അതിനും ഒരുപാട് മുമ്പേ എന്നോട് പറഞ്ഞതാണ്. ഞാനിപ്പോൾ യാദൃച്ഛികമായിട്ട് നോക്കിയപ്പോഴാണ് ഇതും 100ാമത്തെ എപ്പിസോഡ്. അപ്പം കൃഷ്ണപ്രിയ ഇതൊരു അത്ഭുതമാണ്. രാധിക കവചം പാടാൻ അവസരം കിട്ടിയത് കൃഷ്ണപ്രിയ, രാധാ സഹസ്രനാമം പാടുന്നത് കൃഷ്ണപ്രിയ. ദേ ഇപ്പം അഷ്ടപതിയുടെ 100ാമത്തെ എപ്പിസോഡ് പാടുന്നതും കൃഷ്ണപ്രിയ. കൃഷ്ണന്റെയും രാധാറാണി അമ്മയുടെയും അനുഗ്രഹം വാരി കോരി കൃഷ്ണപ്രിയയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു അത്ഭുതം എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്തായാലും ഈ എപ്പിസോഡ് നമുക്ക് പാടി അവതരിപ്പിക്കുന്നത് കൃഷ്ണപ്രിയ. 100ാമത്തെ എപ്പിസോഡിന് പാടാൻ ഭാഗ്യം ലഭിച്ചത് കൃഷ്ണപ്രിയ പാടുന്നത് കേട്ടുള്ളൂ. എന്തു പറഞ്ഞാലും രാധാ സഹസ്രനാമം പാടിയ ആളല്ലേ, രാധാ കവചം പാടിയ ആളല്ലേ. അപ്പൊ പിന്നെ ഭഗവാൻ ഇഷ്ടപ്പെടാതിരിക്കുമോ? സത്യമേവാസിയതി സുദതി മയി കോപിനി ദേഹി ഖരനഗര ശരഘാതം ഖടയ ഭുജബന്ധനം ജനയ രഥഖണ്ഡനം യേന വാ ഭവതി സുഖജാതം പ്രിയേ ചാരുശീലേ മുഞ്ജമയി മാനമനിദാനം. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടിയത് കേട്ടല്ലോ. അപ്പൊ നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ഷർട്ട് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമ്മുടെ ആശ അയച്ചു തന്നതാണ്. പിന്നെ എനിക്ക് അറിയപ്പെടാത്ത കുറേ പേര് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് അയക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറയാം. വളരെയധികം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് എൻ്റെ ബർത്ത്ഡേയുടെ അന്നിറക്കുന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു തരാം അതിനെക്കുറിച്ച്. അതെ, ഞാൻ അന്ന് പറഞ്ഞു തരാം വീഡിയോയെക്കുറിച്ച്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. സത്യമേ വാസി അതി സുധതി മയി കോപിനി
ദേഹി കരനഖരശരഘാതം കടയഭുജബന്ധനം ജനയരഥകണ്ഠനം യേന വാ ഭവതി സുഖജാതം പ്രിയേ ചാരുശീലേ മുഞ്ചമൈമാനമനിദാനം സപതി മദനാനലോ ദഹതി മമ മാനസം. അർത്ഥം എഴുതിക്കൊള്ളൂ. അപ്പൊ നിങ്ങൾ അർത്ഥം എഴുതിക്കൊള്ളൂ. സത്യമേ വാസി, അർത്ഥം സത്യമാണെങ്കിൽ. സത്യമേ വാസി, അർത്ഥം സത്യമാണെങ്കിൽ. അടുത്തത് യതി, യതി എങ്കിൽ, എങ്കിൽ. സുതതി, സുതതി നല്ല പല്ലുള്ളവൾ. സുതതിയുടെ അർത്ഥം നല്ല പല്ല് ഉള്ളവൾ. ദേഹി, ദേഹി ദേഹത്തിൽ, ദേഹത്തിൽ. ഖരനഗരം മൂർച്ചയേറിയ നഖം, മൂർച്ചയേറിയ നഖം. ശര അമ്പ്, ശരം അമ്പ്. ഘാതം മുറിവ്, മുറിവ്. കടയ ഉണ്ടാക്കുക, കടയ ഉണ്ടാക്കുക. ഭുജ കൈ, കൈ. ബന്ധനം തടവറ അല്ലെങ്കിൽ കെട്ടുക. രണ്ടർത്ഥമുണ്ട്. ബന്ധനം ഒന്ന് തടവറ, രണ്ട് കെട്ടുക. രഥം, രഥം പല്ല്. ജന, ജന ജീവി. ഖണ്ഡനം കടിച്ചാലും, കടിച്ചാലും. ഏനവാ ഏതിനാലോ, ഏതിനാലാണോ. ഏനവ ഏതിനാലാണോ, കോമ ഒരർത്ഥവും കൂടെ എഴുതാം. ഏത് പ്രവർത്തിയാലാണോ. സുഖജാതം സുഖം കിട്ടുന്നത്. ചാരുശീല അർത്ഥം സുന്ദരി. മുഞ്ച ഉപേക്ഷിച്ചാലും. മാനം ദേഷ്യം. മനിദാനം കാരണമില്ലാതെയുള്ള. സപതി ഇപ്പോൾ. മദനാനലോ കാമാഗ്നി, മദനാനലോ കാമാഗ്നി. അപ്പോൾ ഇനി ഇതിൻ്റെ ആശയം ഞാൻ ആദ്യമേ പറഞ്ഞു തരാം. അല്ലയോ സുന്ദരി രാധേ, അതായത് കൃഷ്ണൻ രാധാറാണിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്. അപ്പോൾ രാധാറാണി വല്ലാണ്ട് കോപിച്ച് നിൽക്കുകയാണ്. വല്ലാണ്ട് കോപിച്ച് നിൽക്കുന്ന രാധാറാണിയുടെ മുന്നിൽ വന്നിട്ട് കൃഷ്ണൻ പറയുക, അല്ലയോ സുന്ദരി രാധേ, നീ എന്നിൽ കോപിച്ചിരിക്കുന്നു എന്നത് സത്യമാണ്, എനിക്കറിയാം. നീ എന്നോട് വല്ലാതെ കോപിച്ചിരിക്കുന്നു. ഇത് സത്യമാണെങ്കിൽ, ആണെന്ന് എനിക്കറിയാം, എങ്കിലും നിന്റെ കോപം തീർക്കാൻ വേണ്ടി നീ നിന്റെ മൂർച്ചയുള്ള നഖങ്ങളാൽ എന്നെ മുറിപ്പെടുത്തിയാലും. രാധാറാണിയുടെ നഖത്തിന് നല്ല മൂർച്ചയാണ്, നീട്ടി വളർത്തിയിരിക്കുകയാണ്. ആ നഖത്തിനാൽ എന്നെ മുറിവേൽപ്പിച്ചാലും നിന്റെ കൈകൾ കൊണ്ട് എന്നെ കെട്ടിയിടരാതെ. എന്നിട്ടും കോപം ശമിക്കുന്നില്ലേ? നീ പല്ലുകൊണ്ട് എന്നെ മുറിപ്പെടുത്തൂരാതെ. നിനക്ക് എന്ത് ചെയ്താലാണ് നിന്റെ കോപം മാറി നിനക്ക് സന്തോഷം ഉണ്ടാവുക? അതെല്ലാം നീ ചെയ്തോരാതെ. ഏയ് സുന്ദരി, ഒരു കാരണവും കൂടാതെയുള്ള നിന്റെ ഈ ദുരഭിമാനം ഉപേക്ഷിച്ചാലും ഇപ്പോൾ കാമാഗ്നിയിൽ എൻ്റെ മനസ്സ് ദഹിക്കുകയാണ്. നിന്റെ മുഖകമലം, അതായത് നിന്റെ താമര പോലെ ശോഭിക്കുന്ന ആ മുഖകമലത്തിൽ നിന്ന് മധു, തേൻ എനിക്ക് പാനം ചെയ്യുവാനായി തന്നാലും രാധേ. ഇതാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളണം. കൃഷ്ണൻ രാധാറാണിയുടെ മുന്നിൽ വന്നു. രാധാറാണിയാകട്ടെ ഉഗ്ര കോപിഷ്ഠയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ രാധാറാണിയുടെ കോപം ഒന്ന് തീർക്കണം, രാധാറാണിയെ ഒന്ന് ആശ്വസിപ്പിക്കണം. പിന്നെ രാധാറാണി ഇല്ലാതെ കൃഷ്ണനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉഗ്ര കോപത്തിൽ നിൽക്കുന്ന രാധാറാണിയുടെ കോപം ശമിപ്പിക്കാനും രാധാറാണിയെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി നമ്മുടെ ശ്രീകൃഷ്ണൻ ഭൂമിയേക്കാൾ താഴുന്ന കാഴ്ചയാണിത് കാണുന്നത്. ഇത് എല്ലാ ഭർത്താക്കന്മാരും കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണിത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഭാര്യയാണ് ഏറ്റവും വലുത്. ഭാര്യയുടെ മുന്നിൽ ഭർത്താവ് താഴുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. രാധാറാണിയുടെ മുന്നിൽ ശ്രീകൃഷ്ണ ഭഗവാന് ഭൂമിയേക്കാൾ താഴാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ അല്പം ഒന്ന് താന്നാൽ എന്താണ്? അത് നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാക്കും.
അപ്പൊ കൃഷ്ണൻ വന്ന് രാധാറാണിയുടെ അടുത്ത് പറയുക, രാധേ നീ വല്ലാതെ കോപിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സിലായി. തിളങ്ങുന്ന പല്ലുകളുള്ള സുന്ദരിയല്ലേ രാധേ നീ, എന്നോട് പിണങ്ങല്ലേ രാധേ. രാധേ നിന്നെ കാണാൻ എന്ത് രസമാണ്, നല്ല തിളങ്ങുന്ന പല്ലുകളാണ്, നീ എന്നോട് പിണങ്ങല്ലേ രാധേ. നോക്കൂ രാധേ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യരാതെ, എന്നെ ഇങ്ങനെ അകറ്റി നിർത്താതെ പകരം രാധേ നീ നിന്റെ നഖം എടുത്തിട്ട് ഈ കൃഷ്ണന്റെ ശരീരം കീറി മുറിച്ചോ രാധേ. കണ്ടോ, രാധാറാണിയുടെ ഭക്തരാണ് ജയദേവ കവി, അത് ആദ്യം മനസ്സിലാക്കുക. ഇവിടെയൊക്കെ ഇത് പലരും തെറ്റിദ്ധരിക്കുന്നതാണ്, കൃഷ്ണനെ കുറിച്ച് എഴുതിയെന്നല്ല, രാധാറാണിക്ക് വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതായത് 14 ലോകവും ചൂണ്ടുവിരലിലിട്ട് ശ്രീചക്രം കളിക്കുന്ന സാക്ഷാൽ നാരായണൻ വന്നിട്ട് പറയുകയാണ്, കാല് പിടിച്ചിട്ട് പറയുക, എന്നോട് പിണങ്ങല്ലേ രാധേ, എന്നോട് പിണങ്ങല്ലേ രാധേ. നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ നീ നിന്റെ നഖം കൊണ്ട് എൻ്റെ ശരീരം കീറി മുറിച്ചോ. നാരായണൻ അങ്ങനെ ഒരു പെണ്ണിൻ്റെ അടുത്ത് പറയണമെങ്കിൽ ആ പെണ്ണ് നാരായണനേക്കാൾ എത്രയോ 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 ഉയരത്തിലാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ ഇങ്ങനെ പൊട്ടന്മാരെ പോലെ ഇരിക്കരുത്, അറിയണം ആരാണ് രാധ. നിങ്ങൾ നോക്ക്, സാക്ഷാൽ നാരായണൻ വേറെ ആരുടെത്തെങ്കിലും ചെന്ന് ഇങ്ങനെ പറയൂ നാരായണന്റെ ദേഹം കീറി മുറിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? പരമശിവനുണ്ടോ? പാർവതി ദേവിക്കുണ്ടോ? ലക്ഷ്മി ദേവിക്കുണ്ടോ? രുക്മിണിക്കുണ്ടോ? സത്യഭാമയ്ക്കുണ്ടോ? ആ ജാമ്പവതിക്കുണ്ടോ? ആർക്കുണ്ട് ഭഗവാന്റെ ദേഹം കീറി മുറിക്കാൻ? ഭഗവാൻ ചെന്നിങ്ങനെ സത്യഭാമയുടെ കാല് പിടിച്ചിട്ടുണ്ടോ? രുക്മിണി ദേവിയുടെ കാല് പിടിക്കുമോ? പറ, നിങ്ങൾ പറ. ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ കാല് ഭഗവാൻ പിടിക്കുമോ? ആ ഭഗവാൻ വന്ന് രാധാറാണിയുടെ കാല് പിടിക്കണമെങ്കിൽ അത്ര ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. അത് ആദ്യം മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് രാധാറാണിക്ക്. തന്നേക്കാൾ ഒരുപാട് ഉയരത്തിലാണെന്ന് കൃഷ്ണൻ അറിയാം. അപ്പൊ പറയുകയാണ്, നോക്കൂ രാധേ, എന്നോട് പിണങ്ങാതെ രാധേ, നീ നിന്റെ നഖങ്ങൾ കൊണ്ട് എൻ്റെ ശരീരത്തെ കീറി മുറിച്ചോ. എന്നിട്ടും നിനക്ക് കലി അടങ്ങുന്നില്ലെങ്കിൽ രാധേ നീ ഒരു കാര്യം ചെയ്, നിന്റെ കൈകൾ കൊണ്ട് എന്നെ കെട്ടിയിട്ട് എനിക്ക് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയാക്കി രാധേ. നീ നിന്റെ കൈകൾ കൊണ്ട് കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ എന്നെ അനങ്ങാൻ വയ്യാത്ത വിധത്തിൽ നിന്റെ കൈകൊണ്ട് ആലിംഗനം ചെയ്ത് അമർത്താനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് കൃഷ്ണൻ പറയുകയാണ്, നോക്കൂ രാധേ, നീ എന്നെ കെട്ടിയിടുമ്പോൾ നോക്കൂ, നീ എന്നെ നിന്റെ കൈകൾ കൊണ്ട് കെട്ടിയിടുമ്പോൾ എൻ്റെ ആ കൈകളൊക്കെ ഒരയും. മനസ്സിലായില്ലേ? കൈകളാകുന്ന കയറുകൊണ്ടാണ് നീ എന്നെ കെട്ടുന്നത്, കൈകളാകുന്ന കയറുകൊണ്ട്. നോക്കൂ, പണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം യശോദാമ്മ ഇതുപോലെ എന്നെ ഒരലിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഒരലും വലിച്ചുകൊണ്ട് പോയി. പക്ഷേ രാധേ, നീ നിന്റെ കൈകൾ കൊണ്ട് ഇന്ന് എന്നെ കെട്ടിയിട്ടാൽ സത്യമായിട്ടും യശോദാമ്മ കെട്ടിയിട്ടപ്പം ഞാൻ ഒരലും വലിച്ച് ഓടിക്കളഞ്ഞതുപോലെ ഞാൻ എങ്ങോട്ടും പോകത്തില്ല. നല്ല അനുസരണയുള്ള കുട്ടിയായി നിന്റെ മുമ്പിൽ തന്നെ ഞാൻ നിൽക്കും രാധേ. കണ്ടു, രാധാറാണിയുടെ അടുത്ത് നാരായണൻ കെഞ്ചുകയാണ്. ഗുരുവായൂർ ശ്രീലകത്ത് വിലസുന്ന സാക്ഷാൽ നാരായണൻ, സാക്ഷാൽ പരബ്രഹ്മം വന്ന് കെഞ്ചണമെങ്കിൽ ആരാണ്? രാധാറാണി എന്ന് മനസ്സിലാക്ക്. എന്നിട്ട് പറയുകയാണ് കൃഷ്ണൻ, അല്ല രാധേ, നീ നോക്കൂ, നീ നിന്റെ നഖം കൊണ്ട് എൻ്റെ ശരീരത്തെ കീറി മുറിച്ചു, എന്നിട്ടും നിനക്ക് ദേഷ്യം തീരുന്നില്ല. നീ കൈകാകുന്ന കയറുകൊണ്ട് എന്നെ കെട്ടിയിട്ടു, എന്നിട്ടും നിനക്ക് ദേഷ്യം തീരുന്നില്ല. അങ്ങനാണെങ്കിൽ രാധേ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ പല്ലുകൊണ്ട് എന്നെ കടിച്ചു മുറിക്കരാതെ. എനിക്ക് ഒരു പരാതിയുമില്ല, കടിച്ചോ, നീ എൻ്റെ ശരീരം മുഴുവനും കടിച്ചോ, അങ്ങനെ നിന്റെ കോപം തീരട്ടെ. പക്ഷേ രാധേ എന്നെ അകറ്റി നിർത്തരുതേ രാധേ, എന്നെ അകറ്റി നിർത്തരുതേ രാധേ. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല രാധേ. എന്നോട് പിണങ്ങല്ലേ രാധേ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നീ പല്ലുകൊണ്ട് കടിച്ച് എൻ്റെ ദേഹം മുഴുവനും മുറിച്ചു, എന്നിട്ടും നിനക്ക് കോപമടങ്ങുന്നില്ലെങ്കിൽ നിനക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാം. ഈ കൃഷ്ണൻ കൈകെട്ടി നിന്ന് തരും രാധേ. ഓർമ്മിക്കുക, കംസനെ എടുത്ത് നിലത്തടിച്ചു കൊന്ന ആളാണ്. ശ്രീചക്രം അങ്ങോട്ട് എടുത്തിട്ട്, സുദർശന ചക്രം അങ്ങോട്ട് എടുത്തിട്ട് ശിശുപാലന്റെ കഴുത്ത് കണ്ടിച്ചു കളഞ്ഞ കക്ഷിയാണ്.
ആ കക്ഷിയാണ് വന്ന് നിന്നുകൊണ്ട് പറയുന്നത്, ദാ ഇതുപോലെ കെഞ്ചുകയാണ് രാധാറാണിയുടെ അടുത്ത്. നോക്കൂ രാധേ, നിനക്ക് എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, ഞാൻ നിന്ന് തരാം രാധേ. കാരണം നിന്റെ ഈ ശിക്ഷ ഞാൻ അർഹിക്കുന്നു രാധേ. അതുകൊണ്ട് രാധേ എന്നോട് പിണങ്ങല്ലേ രാധേ, എന്നോട് പിണങ്ങല്ലേ രാധേ. നീ നിന്റെ നഖം കൊണ്ട് എന്നെ കീറി മുറിക്ക്, കയ്യാകുന്ന കയറുകൊണ്ട് കെട്ടിയിട്, പല്ലുകൊണ്ട് എന്നെ കടിച്ചു മുറിക്ക്, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് എല്ലാം ചെയ്, പിണങ്ങരുത് രാധേ, എന്നോട് പിണങ്ങരുത്. ഓർമ്മിക്കുക, ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്നാമത്തെ രീതി, കൃഷ്ണൻ വന്ന് പൂർണ്ണമായും കീഴടങ്ങുകയാണ് രാധാറാണിയുടെ മുന്നിൽ. എനിക്കിനി ഒരടി പോലും വയ്യരാതെ, നീ ഇല്ലാതെ വയ്യരാതെ. അപ്പൊ രാധാറാണിയുടെ മുന്നിൽ കൃഷ്ണൻ വന്ന് പരിപൂർണമായും കീഴടങ്ങുന്നു. ഇനി രണ്ടാമത്തെ വ്യാഖ്യാനമുണ്ട്. ഭക്തി വേദാന്ത നാരായണ ഗോസ്വാമി മഹാരാജ അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോളണം. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം ഭക്തി വേദാന്ത നാരായണ ഗോസ്വാമി മഹാരാജ പറയുകയാണ്, കൃഷ്ണൻ രാധാറാണിയോട് ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ്? അധരപാനം, നഖക്ഷതം, നഖം കൊണ്ട് കീറി മുറിക്കാൻ പറഞ്ഞ നഖക്ഷതം, ആലിംഗനം, ദന്തക്ഷതം. ഇതൊക്കെ വാത്സ്യായനന്റെ കാമശാസ്ത്ര പ്രകാരം എന്ത് ചെയ്യുന്നതാണ്? രതി വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ സ്വാമി വാത്സ്യായനന്റെ പേര് പറഞ്ഞില്ല, ഞാൻ അല്ലാതെ പറഞ്ഞത്. സ്വാമി പറഞ്ഞത് ഇതാണ്, ഭക്തി വേദാന്ത നാരായണ ഗോസ്വാമി മഹാരാജ പറഞ്ഞത്, കൃഷ്ണൻ രാധാറാണിയോട് ആവശ്യപ്പെടുന്ന അധരപാനം, നഖക്ഷതം, ആലിംഗനം, ദന്തക്ഷതം ഇതൊക്കെ രതി വർദ്ധിപ്പിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കാമകലയുടെ ആധികാരികമായ പുസ്തകമാണ് വാത്സ്യായനന്റെ കാമശാസ്ത്രം. അപ്പോൾ വാത്സ്യായനന്റെ കാമശാസ്ത്രത്തിൽ പറയുന്ന പല പല രതികളിൽ ഒന്ന്, സ്ത്രീക്കും പുരുഷനും കാമം വർദ്ധിക്കുന്ന അവസരത്തിൽ അവർ നഖം കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? പോറലേൽപ്പിക്കാറുണ്ട്, പല്ലുകൾ കൊണ്ട് കടിക്കാറുണ്ട്. പ്രണയം, കാമം അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തുമ്പോൾ രതിലീലയിൽ പുരുഷനും സ്ത്രീയും പരസ്പരം എന്ത് ചെയ്യാറുണ്ട്? പല്ലുകൊണ്ട് കടിക്കാറുണ്ട്. സ്ത്രീ അവളുടെ നഖം കൊണ്ട് പോറാറുണ്ട്, ചുണ്ടുകളിൽ കടിക്കാറുണ്ട്. ഇതൊക്കെ രതി വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളാണ് എന്ന് കാമശാസ്ത്രകാരനായ വാത്സ്യായനൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ കൃഷ്ണൻ രാധാറാണിയോട് പറയുന്നു, നീ എന്നിൽ നഖക്ഷതം ഏൽപ്പിക്കൂ, അതായത് നീ എന്നെ നഖം കൊണ്ട് കീറി മുറിക്കൂ എന്ന് പറഞ്ഞാൽ, രാധേ നീ എന്നിൽ നഖക്ഷതം ഏൽപ്പിക്കൂ. പല്ലുകൊണ്ട് കടിച്ചു മുറിക്കുക എന്ന് പറഞ്ഞാൽ ദന്തക്ഷതം ഏൽപ്പിക്കൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന എന്നിൽ രതി വർദ്ധിപ്പിക്കുന്ന എല്ലാം നീ ചെയ്യൂ. അപ്പൊ ഇവിടെ പ്രേമം കൊണ്ടല്ല, ദേഷ്യം കൊണ്ടാണ് കലഹിച്ചിരിക്കുന്ന രാധാറാണി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ പ്രണയം കൊണ്ടല്ല, ഭയങ്കരമായ ദേഷ്യം കൊണ്ടാണെങ്കിൽ പോലും കലഹിച്ചിരിക്കുന്ന രാധാറാണി അങ്ങനെ ദന്തക്ഷതമേൽപ്പിക്കുമ്പോൾ, നഖക്ഷതമേൽപ്പിക്കുമ്പോൾ, കൈകൾ കൊണ്ട് കെട്ടി വരിഞ്ഞു മുറുക്കുമ്പോൾ, അധരം കടിക്കുമ്പോൾ, അത് രാധാറാണി കോപത്തിൽ ചെയ്യുന്നതാണെങ്കിലും കൃഷ്ണൻ ആനന്ദമാകും. കാരണം രതിശാസ്ത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഇതെല്ലാം രതിയെ വർദ്ധിപ്പിക്കും. അപ്പൊ രാധാറാണി ദേഷ്യം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും കൃഷ്ണനിൽ അത് രതി ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ എന്താണ്? രാധാറാണി ദന്തക്ഷതമേൽപ്പിക്കുകയും നഖക്ഷതം ചെയ്യുകയും അധരം കടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കൃഷ്ണന് രതി വർദ്ധിക്കും, കൃഷ്ണൻ ആനന്ദമാകും. അതോടൊപ്പം തന്നെ രാധാറാണിക്ക് തൻ്റെ രോഷം പ്രകടിപ്പിച്ചതിൽ ആനന്ദവും കിട്ടും. രണ്ടുപേർക്കും സന്തോഷം. മനസ്സിലല്ലേ? രാധാറാണി കടിക്കുകയും മാന്തുകയും ചെയ്യുമ്പം കൃഷ്ണന് സന്തോഷം. കാരണം എന്തുകൊണ്ട്? തനിക്ക് രതിസുഖത്തിലേക്ക് പോവുകയാണ്. ഇനി രാധാറാണി ഇതൊന്നും ഉദ്ദേശിച്ചല്ല ചെയ്യുന്നതെങ്കിലും കൃഷ്ണന് കുറെ കടിയും നഖം കൊണ്ട് അള്ളിപ്പറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രാധാറാണിയുടെ ദേഷ്യം തീരും. അപ്പൊ രാധാറാണിക്കും ആനന്ദം, രണ്ടുപേർക്കും ആനന്ദം. കൃഷ്ണൻ ആരാ മോൻ? കൃഷ്ണൻ ആരാ മോൻ? അതുകൊണ്ടല്ലേ കള്ളകൃഷ്ണ എന്ന് വിളിക്കുന്നത്, ഞങ്ങളുടെ കള്ളകൃഷ്ണ. त्वमसि मम भूषणं त्वमसि मम जीवनं
त्वमसि मम भवजलधिरत्नम् भवतु भवतीह मयि सततमनुरोधिनी तत्र मम हृदयमतियत्नम् प्रिये चारुशीले मुञ्जमयि മാനമനിദാനം. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. എന്താ അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കേ. ത്വമസി മമ ഭൂഷണം ത്വമസി മമ ജീവനം ത്വമസി മമ ഭവജലധീരത്നം ഭവതു ഭവദീഹമയി സതതുമനുരാഗിണി തത്ര മമ ഹൃദയമതിയഗ്നം പ്രിയേ ചാരുശീലേ മുഞ്ചമയി മാനമനിദാനം സപതി മദനാനലോ ജഗതി മമ മാനസം. എഴുതിക്കോ. ത്വം മമ, അർത്ഥം ത്വം മമ നീ എൻ്റെ, ത്വം മമ നീ എൻ്റെ. ഭൂഷണം, ഭൂഷണം അലങ്കാരം, ഭൂഷണം അലങ്കാരം. ജീവനം, ജീവനം ജീവൻ, ജീവനം ജീവൻ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിച്ചു കേട്ടോളണം. ഭവതി ജലധി രത്നം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഭവതി ജലധി രത്നം. അർത്ഥം എഴുതിക്കോ. ഭവതി ജലധി രത്നം. അർത്ഥം പ്രപഞ്ച സമുദ്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട രത്നം. എഴുതിക്കോ. ഭവതി ജലധി. ഭവതി എന്ന് പറഞ്ഞ പ്രപഞ്ച, ജലധി പ്രപഞ്ച സമുദ്രത്തിൽ രത്നം. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഭവതി ജലധി രത്നമെന്നെഴുതി സമവിട്ടിട്ട് എഴുതണം. പ്രപഞ്ച സമുദ്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട രത്നം. അർത്ഥം അടുത്തത് ഭവതി നീ, ഇഹ ഇവിടെ, ഇവിടെ, സതതം എപ്പോഴും, അനുരാഗിണി, അനുരാഗിണി പ്രണയിനി, പ്രണയിനി, അതിയത്നം അർത്ഥം കഠിന പ്രയത്നം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൃഷ്ണൻ, രാധേ നീ എൻ്റെ അലങ്കാരമാണ് രാധേ, നീ തന്നെയാണ് എൻ്റെ ജീവനും, നീ തന്നെയാണ് രാധേ എൻ്റെ ജീവിതവും. നീ പ്രപഞ്ചമാകുന്ന സമുദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ച രത്നമാണ് രാധേ നീ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വരിയുടെ പ്രാധാന്യം ഇതാണ്. ഇവിടെ കൃഷ്ണൻ പ്രഖ്യാപിക്കുകയാണ്. ആർക്കും ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം കൃഷ്ണൻ രാധാറാണിയെ കുറിച്ച് പ്രഖ്യാപിക്കുകയാണ്. ആരാണ് രാധയെന്ന്, ആരാണ് രാധയെന്ന് പ്രഖ്യാപിക്കുകയാണ്. കൃഷ്ണൻ പറയുകയാണ്, രാധേ നീ എല്ലായ്പ്പോഴും എൻ്റെ പ്രണയിനിയായിരിക്കണം രാധേ, എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യ, നീ എപ്പോഴും എൻ്റെ പ്രണയിനിയായിരിക്കണം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും രാധേ, എൻ്റെ ഹൃദയം അതിനു വേണ്ടി മിടിക്കുകയാണ് രാധേ. ഇവിടെ കൃഷ്ണൻ ഇങ്ങനെ പറയാനൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? കൃഷ്ണൻ ഒരു ഭയമുണ്ട്. ചില സമയത്ത് കൃഷ്ണൻ ഇങ്ങനെ മാപ്പും ഒക്കെ പറഞ്ഞ് ക്ഷമ ചോദിച്ച് ചെല്ലുമ്പോൾ ചിലപ്പൻ രാധാറാണി പറയും, കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ പറയുന്നത് എന്താ? രാധേ നീ എന്നെ ശിക്ഷിക്ക്, നീ നിന്റെ നഖങ്ങൾ കൊണ്ട് എന്നെ കീറി മുറിക്ക്, പല്ലുകൾ കൊണ്ട് നീ കടിച്ചു മുറിക്ക്. അപ്പൊ കൃഷ്ണന്റെ ഭയം ഇതാണ്, രാധേ നീ എന്നെ പല്ലുകൊണ്ട് കടിച്ചു മുറിക്ക്, നഖം കൊണ്ട് കീറി മുറിക്ക്, നീ എന്നെ ശിക്ഷിക്കെന്ന് പറയുമ്പോൾ ചിലപ്പൻ രാധാറാണി പറയും, എൻ്റെ കൃഷ്ണ ഞാൻ നിന്നെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല, നിനക്ക് വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ, വേറെ പ്രണയിനികളുണ്ടല്ലോ, ചെല്ല് അവരെടുത്ത് ചെല്ല്, അവര് നിന്നെ ശിക്ഷിച്ചോളും, ഞാൻ നിന്നെ ശിക്ഷിക്കത്തില്ല എന്ന് പറയുമോ എന്ന് ഭയന്നിട്ട് കൃഷ്ണൻ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. രാധേ നീ മാത്രമാണ് എൻ്റെ പ്രണയിനി,
എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായില്ലേ, കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും രാധ കൃഷ്ണനെ ശിക്ഷിക്കണം, അതാണ് കൃഷ്ണൻ ഇഷ്ടം. അല്ലാതെ രാധ ചിലപ്പോ പറഞ്ഞു കളയും, ഞാൻ നിന്നെ ശിക്ഷിക്കത്തില്ല, നീ പോയി വേറെ വല്ല പ്രണയിനിയുടെ ചെല്ല് എന്ന് പറയും. ഇത് ഭയന്നിട്ട് കൃഷ്ണൻ വീണ്ടും വെച്ച് കാച്ചുകയാണ് രാധാറാണിയുടെ അടുത്ത്. കൃഷ്ണൻ പറയുകയാണ്, രാധയെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അലങ്കാരമായിട്ട് ഒരാളെ ഉള്ളൂ രാധേ, അത് നീയാണ് എൻ്റെ എല്ലാം. അതിൽ ഞാൻ അഭിമാനിക്കുന്നു രാധേ. എന്നെ വലമാല അണിയിക്കുന്നത് നീയാണ്, നീ മാത്രമാണ്, വേറെ ആരുമില്ല. എനിക്ക് എന്തൊരു സന്തോഷമാണെന്നോ. എന്നെ മയിൽപ്പീലി ചൂടിക്കുന്നത് നീ മാത്രമാണ് രാധേ, നിനക്ക് മാത്രമാണ് അവകാശം, എനിക്ക് വേറെ ആരും ചൂടിപ്പിക്കുന്നത് ഇഷ്ടമല്ല. കൃഷ്ണൻ അതിൽ അഭിമാനം കൊള്ളുന്നു. എന്തിനാണിത് പറയുന്നതെന്ന് മനസ്സിലായ? നീ മാത്രമേ എനിക്കുള്ളൂ എന്നങ്ങ് അടിവര ഇടിയ. കാരണം ചിലപ്പൻ രാധാറാണി പറയും, കടന്നുപോ കൃഷ്ണ, നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല, നിനക്ക് വേറെ പെണ്ണുങ്ങളുണ്ട്, നീ അവരെടുത്ത് പോ എന്ന് പറയാതിരിക്കുന്നതിന് വേണ്ടി കൃഷ്ണൻ പറയുക, എൻ്റെ അലങ്കാരം നീയാണ്, ഞാനതിൽ അഭിമാനിക്കുന്നു, എന്നെ വനമാല അണിയിക്കുന്നത് നീയാണ് രാധേ, എന്നെ മയിൽപ്പീലി ചൂടിപ്പിക്കുന്നതും നീയാണ്, നീ മാത്രം. ഞാൻ എന്തൊരു ഭാഗ്യവാനാ രാധേ, എൻ്റെ ജീവിതം തന്നെ നീയാണ്, നീ ഇല്ലാതെ കൃഷ്ണനില്ല, അതുകൊണ്ട് ഞാൻ വേറെ പ്രണയിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാ രാധേ, അങ്ങനെ ഒരിക്കലും പറയരുത് രാധേ. നീ നോക്ക്, സമുദ്രത്തിൽ നിന്ന് വന്ന രത്നമാണ് നീ. ഇവിടെ പാലാഴി കടഞ്ഞപ്പോൾ ലക്ഷ്മി ദേവി വന്നതിനെ സൂചിപ്പിക്കുകയാണ്. ഈ ലക്ഷ്മി ദേവി മറ്റാരുമല്ല, രാധാറാണിയുടെ അവതാരമാണെന്ന് കൃഷ്ണൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. കൃഷ്ണൻ അസന്നിഗ്ധമായി, അല്ലെങ്കിൽ പിന്നെ രാധയുടെ മുമ്പിൽ വെച്ച് പാലാഴി കടഞ്ഞപ്പം വന്ന ലക്ഷ്മിയാണ് നീ എന്ന് എന്തിനാ പറയുന്നത്? ചിന്തിച്ചു നോക്കേ നിങ്ങൾ. രാധാറാണിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പാലാഴി കടഞ്ഞെടുത്ത ലക്ഷ്മി നീയാണെന്ന് പറയുന്നത് എന്തിനാണ്? ലക്ഷ്മി മറ്റൊരു യുവതിയാണെങ്കിൽ അടി ഇവിടുന്ന് തുടങ്ങും, അങ്ങനല്ലേ? രാധാറാണിയെ വേറൊരു പെണ്ണിൻ്റെ നിങ്ങളെ പിടിച്ച് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഭർത്താവ് വന്ന് നിങ്ങളുടെ ഭാര്യയെ ഓഫീസിലുള്ളൊരു പെണ്ണിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ അന്നേരം കയറി ചൂടാകത്തില്ലേ? അപ്പം രാധാറാണിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പാലാഴി കടഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ച ലക്ഷ്മി ദേവിയാണ് നീ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം കൃഷ്ണൻ നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്, സമുദ്രം കടഞ്ഞപ്പോൾ വന്ന ലക്ഷ്മി രാധാറാണിയുടെ അംശാവതാരമാണ്. അപ്പൊ പറയുകയാണ്, സമുദ്രത്തിലെ വിലയേറിയ രത്നം, ജീവിത സമുദ്രത്തിലെയും വിലയേറിയ രത്നം എന്ന് പറയുന്നത് രാധേ നീയാണ്. രാധയെ തന്നെ എനിക്ക് കിട്ടിയല്ലോ, ഞാൻ എന്തൊരു ഭാഗ്യവാനാണ് രാധേ. അതാണ് കൃഷ്ണൻ പറയുന്നു, സമുദ്രത്തിലെ വിലയേറിയ രത്നം രാധ, ജീവിത സമുദ്രത്തിലെ വിലയേറിയ രത്നവും രാധ. എന്താണ് ഇവിടെ കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്? രാധയെ കിട്ടിയാലേ മോക്ഷം കിട്ടൂ. മറ്റ് സകല ദേവന്മാരും പ്രളയകാലത്തില്ലാതാകുമ്പോഴും കൃഷ്ണൻ ഇല്ലാതാകാത്തതിൻ്റെ കാരണം, കൃഷ്ണൻ മാത്രം ജീവിക്കുന്നതിൻ്റെ കാരണം രാധയുള്ളത് കൊണ്ടാണെന്ന് കൃഷ്ണൻ വീണ്ടും പ്രഖ്യാപിക്കുന്നു. കൃഷ്ണൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, രാധ ഉള്ളത് കൊണ്ട് മാത്രമാണ് പ്രളയകാലത്ത് ഞാൻ പ്രളയത്തെ അതിജീവിക്കുന്നത്. അതുകൊണ്ട് രാധ സമുദ്രത്തിലെ രത്നം മാത്രമല്ല, ജീവിത സമുദ്രത്തിലെ വിലയേറിയ രത്നമാണ്. എന്നിട്ട് കൃഷ്ണൻ പറയുകയാണ്, നിന്നെപ്പോലെ ഒരു പ്രണയ രത്നത്തെ ലഭിച്ചതാണ് രാധേ എൻ്റെ ഭാഗ്യം. നീ എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ പ്രണയിനിയായിരിക്കണം. ഇനിയുള്ള കാലം നിന്റെ പ്രണയം കിട്ടാൻ വേണ്ടി ഞാൻ നിന്റെ പിന്നാലെ ഉണ്ടാകും. നീ എത്ര തള്ളി പറഞ്ഞാലും ഞാൻ പിന്മാറില്ല രാധേ. കാരണം എനിക്ക് നീ വേണം രാധേ, നീ ഇല്ലാതെ പറ്റില്ല രാധേ. എന്നെ വനമാല വേറെ ആരാ രാധേ അണിയിക്കുന്നത്? എന്നിൽ മയിൽപ്പീലി വേറെ ആരാ ചൂടിത്തരുന്നത്? എനിക്ക് പീതാംബരം വേറെ ആരാണ് എനിക്ക് ഉടുപ്പിച്ചു തരുന്നത്? നീയല്ലേ രാധേ, നീയല്ലേ എൻ്റെ പ്രണയിനി, നീയല്ലേ എൻ്റെ സർവസ്വവും രാധേ. നോക്കൂ രാധേ, ജീവിത സമുദ്രത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വിലയേറിയ രത്നമല്ലേ രാധേ നീ. ഓർമ്മിക്കുക, ഈ കവിത നിങ്ങൾക്ക് ജയദേവന്റെ അഷ്ടപതി പലർക്കും ഒറ്റ നോട്ടത്തിൽ തോന്നിയാൽ കൃഷ്ണഭക്തി കൊണ്ട് എഴുതിയതാണെന്ന് തോന്നും. അല്ല,
ജയദേവ കവി രാധാഭക്തി കൊണ്ട് എഴുതിയ ഒന്നാണ്. കാരണം ഈ അഷ്ടപദിയിൽ മുഴുവൻ പറയുന്നത്, അഷ്ടപതി മുഴുവനും കൃഷ്ണൻ രാധാറാണിയുടെ മുന്നിൽ ശിരസ് നമിക്കുന്നതാണ്. അഷ്ടപതിയുടെ നല്ലൊരു അധ്യായവും നിങ്ങൾ കേൾക്ക്, ഞാൻ ഇല്ലാത്തതല്ലല്ലോ പറയുന്നത്. അഷ്ടപതിയുടെ നല്ലൊരു അധ്യായവും കൃഷ്ണൻ രാധാറാണിയുടെ കാല് പിടിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ കൃഷ്ണനേക്കാൾ സുപ്പീരിയർ ആണ് ആരെന്ന് പറയുന്നത് രാധാറാണി അല്ല. നിങ്ങൾ പറയുന്നത് പോലെ രണ്ടും ഒന്നാണ്, ഒന്നിൽ നിന്ന് വന്നതാണ്. പിന്നെ ചില മഹാഭാവികൾ ടിൻ ഫ്ലെയിം എന്നും പറഞ്ഞു കളയും, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം, അത് മഹാഭാവികളാണ് പറയുന്നത് അങ്ങനെ. അപ്പം പലരും അങ്ങനെ പറയും, അങ്ങനെ ഒന്നുമല്ല. ജയദേവ കവി പ്രഖ്യാപിക്കുകയാണ്, രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ കൃഷ്ണൻ കാല് പിടിക്കണ്ട, അപ്പൊ കൃഷ്ണനേക്കാൾ വളരെ ഉയരത്തിലാണ് രാധാറാണി എന്ന് ജയദേവ കവി പ്രഖ്യാപിക്കുകയാണ്. ഓർമ്മിക്കുക, അഷ്ടപതി ജയദേവ കവി കൃഷ്ണഭക്തി കൊണ്ട് എഴുതിയതല്ല, രാധാഭക്തി കൊണ്ട് എഴുതിയതാണ് അഷ്ടപതി എന്ന് പറയുന്നത്. രാധേ 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 ഓ രാധേ 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 രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.